ഗുഡ് മോർണിംഗ്. മൂന്നാമത്തെ യൂണിറ്റ് തുടങ്ങാൻ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, മറ്റ് ക്ലാസ്സുകൾക്ക് കൂടി എടുക്കുന്നുണ്ടായിരുന്ന ക്ലാസ്സുകൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മാൻ ആൻഡ് മീഡിയ. മാൻ ആൻഡ് മീഡിയ, മനുഷ്യനും മാധ്യമവും. മീഡിയ മീൻസ് മാധ്യമം എന്നാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എല്ലാ ഡിവൈസസും വരുന്നതാണ് മാധ്യമം. ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ടെലിവിഷൻ, റേഡിയോ, മൊബൈൽ ഫോൺ, എല്ലാം വരുന്നതാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ, മീഡിയാസ് എന്ന് പറഞ്ഞാൽ. സോ മനുഷ്യനും മാധ്യമങ്ങളും, അതാണ് മാൻ ആൻഡ് മീഡിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഷോൺ ബിലോ. ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്? എയറോപ്ലെയിൻ, അതുപോലെ പിജിയൻ, ട്രെയിൻ, ടെലിവിഷൻ, റേഡിയോ, ടെലഫോൺ, പോസ്റ്റ്മാൻ, ഹോഴ്സ് കാറ്റ്, അങ്ങനെ കുറെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം മീഡിയാസിൽ വരുന്നതാണ്, മാധ്യമങ്ങൾ. ദീസ് ആർ ദ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. നമ്മൾ പഴയ കാലത്തും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ് ഇതെല്ലാം, ആശയവിനിമയ ഉപാധികളാണ് ഇതെല്ലാം. സോ ഈ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? പഴയ കാലത്തെ കുറിച്ച് എന്തൊക്കെ, അല്ലെങ്കിൽ പഴയ കാലത്തിലെ മീഡിയസിനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് ടെൽ അസ് അബൌട്ട്? ഈ ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? മീഡിയസ് ആണ് അല്ലെ, മാധ്യമങ്ങൾ. അതായത് മനുഷ്യർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ, അതായത് നമ്മളിൽ നിന്ന് ഒരു മെസ്സേജ് മറ്റൊരു വ്യക്തിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരം ആശയവിനിമയ മാർഗങ്ങളാണ്, അല്ലെങ്കിൽ ആശയവിനിമയ ഉപാധികളാണ് ഇവയെല്ലാം, ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം അല്ലെ. അത് ഇവിടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചതുമുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു റിമെമ്പർ ദ സ്റ്റോറീസ് ഇൻ വിച്ച് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്യാരിഡ് മെസ്സേജസ്? ഓർക്കുന്നുണ്ടോ പഴയ കാലത്ത് ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ, പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഈ മെസ്സേജ് ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാൻ രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് പണ്ടൊക്കെ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. മെസ്സേജസ്, ഒരു രാജ്യത്തിന്റെ മെസ്സേജ് മറ്റൊരു രാജ്യത്തിന് കൈമാറാൻ, മറ്റൊരു രാജാവിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണ്ട് കാലത്ത് ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ മെസ്സേജസ് ക്യാരി ചെയ്യാൻ, സന്ദേശവാഹകരായിട്ട് മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹൗ ആർ ദ മെസ്സേജസ് കൺവേഡ് നൗ എ ഡേയ്സ്? പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ മാറി അല്ലെ. ഇന്നത്തെ കാലത്ത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയി, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് ആയി അല്ലെ. അങ്ങനെ ടോട്ടലി ചേഞ്ച്ഡ് ആയി. മാത്രമല്ല ഫാസ്റ്ററായി, വെരി ഫാസ്റ്റർ അല്ലെ. ഇന്ന് ഒരു മെസ്സേജ് ഒരാളിലേക്ക് എത്തണമെങ്കിൽ നിമിഷങ്ങൾ മതി അല്ലെ, വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇന്ന് നമ്മളിൽ നിന്ന് ഒരു മെസ്സേജ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു, ഒരുപാട് ദിവസങ്ങൾ എടുക്കുമായിരുന്നു മെസ്സേജസ് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഹിയർ ഈസ് എ പാസേജ് ദാറ്റ് ഷോസ് ദ എവല്യൂഷൻ ഓഫ് മെസ്സേജസ്. അതായത് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ പാസേജിൽ നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് മെസ്സേജസിന്റെ കാലക്രമേണയുള്ള ഒരു വികാസം അല്ലെ, സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയിൽ കാലക്രമേണ വന്ന വികാസങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ ഈ പാസേജിൽ നമ്മൾ പറയുന്നത്. ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. നൗ എ ഡേയ്സ് വെൻ വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്, വി either email a person or send an SMS. അതായത് നൗ എ ഡേയ്സ്, ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരു മെസ്സേജ് മറ്റൊരാളിൽ എത്തിക്കണമെങ്കിൽ, ഒന്നുകിൽ നമ്മൾ ഇമെയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ SMS ഉപയോഗിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കും അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള വളരെ ഫാസ്റ്ററായിട്ടുള്ള നിരവധി മാർഗങ്ങൾ വിതിൻ സെക്കൻഡ്സ്, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ കഴിയും. ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ച്. എവറിത്തിങ് ഹാപ്പൻസ് ബൈ ദ ക്ലിക്കിംഗ് ഓഫ് എ മൗസ്. ഒരു മൗസിന്റെ ഒരു ക്ലിക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മൗസ് ക്ലിക്ക് കൊണ്ട് എല്ലാം വിതിൻ സെക്കൻഡ്സിനുള്ളിൽ എല്ലാം നമുക്ക് സംഭവ്യമാകും അല്ലെ. അത് വിതിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് മെസ്സേജസ് ഇന്ന് അയക്കാൻ പറ്റും. ഒരു മൗസ് ക്ലിക്ക് മതി, ഒറ്റ മൗസ് ക്ലിക്ക് മതി. ഓർ ദ പ്രസ്സിംഗ് ഓഫ് എ ഫ്യൂ ബട്ടൺസ്, അല്ലെങ്കിൽ കീബോർഡിലെ കുറച്ച് ബട്ടൺ പ്രസ് ചെയ്താൽ മതി അല്ലെ. അത് കമ്പ്യൂട്ടറിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഒന്നുകിൽ ഒരു മൗസ് ക്ലിക്ക്, അല്ലെങ്കിൽ കീബോർഡിൽ കുറച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു മെസ്സേജസ് ഒരാൾക്ക് അയക്കാൻ പറ്റും. ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ നിയർ ദ പാസ്റ്റ്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരുപാട് പണ്ടല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മോസ്റ്റ് പീപ്പിൾ റോട്ട് ലെറ്റേഴ്സ്. അതായത് കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുന്നേ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് കത്തുകളെയാണ് അല്ലെ. കത്തുകൾ എഴുതിയിരുന്നു.
Put them in an envelope. ആ കത്തുകൾ എഴുതി അതിനുശേഷം അതൊരു എൻവലപ്പിൽ ഇടുന്നു. Got them stamped. അതിനുശേഷം അതിന്റെ പുറത്ത് സ്റ്റാമ്പ് ഒട്ടിക്കുന്നു. Drop them in a post box. പിന്നീട് അതെന്ത് ചെയ്യുന്നു? പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. And waited patiently. പിന്നെ വളരെ ക്ഷമയോടെ ഒരു നീണ്ട കാത്തിരിപ്പ്. To hear from the other person. അല്ലെ? അപ്പോൾ നമ്മൾ കത്തയച്ച ആളിന്റെ മറുപടി ലഭിക്കാൻ വേണ്ടി പിന്നീട് നമ്മൾ വളരെ ക്ഷമയോടുകൂടിയുള്ള ഒരു കുറച്ച് ദിവസത്തെ കാത്തിരിപ്പ്. അപ്പൊ അങ്ങനെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, അത് കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ അങ്ങനെയായിരുന്നു. മോസ്റ്റ് ഓഫ് പീപ്പിൾ റോട്ട് ലെറ്റേഴ്സ്, put them in an envelope, got them stamped, and dropped them in a post box and waited patiently. Means ക്ഷമയോടെ. To hear from the other person. അല്ലെ? നമ്മൾ കുറച്ച് ദിവസം കാത്തിരുന്നേലേ പറ്റുള്ളൂ കത്താണെങ്കിൽ. അല്ലെ? ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ അപ്പൊ തന്നെ അതിന് റീപ്ലൈ വരും. അല്ലെ? നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആളിൽ നിന്ന് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് റീപ്ലൈ ലഭിക്കും. ആൻഡ് ദെൻ വേ ബാക്ക് ഇൻ ദ 1850s, ഇനി നമുക്ക് 1850 ആ ഒരു കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോകുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു അന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതി അല്ലെങ്കിൽ ആശയവിനിമയ രീതി? എങ്ങനെയായിരുന്നു? ലെറ്റേഴ്സ് ആയിരുന്നോ? ലെറ്റേഴ്സ് എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് 1850s പോകാം. 1850 ആ കാലഘട്ടത്തിലേക്ക് പോകാം. അന്ന് എന്തായിരുന്നു നമുക്ക് നോക്കാം. Way back in the 1850s, letters went on horseback from the east to west of America. 1850 അമേരിക്കയിലൊക്കെ ഈ ലെറ്റേഴ്സ് കൊണ്ടുപോയിരുന്നത് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ലെറ്റേഴ്സ് എത്തിച്ചിരുന്നത് കുതിരപ്പുറത്തായിരുന്നു. ഹോഴ്സ് ബാക്ക് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കുതിരയായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാണ് 1850s കാര്യമാണ് പറയുന്നത്. 1850 കാര്യമാണ് പറയുന്നത്. ലെറ്റേഴ്സ് went on horseback from the east to west of America. One freight company decided to speed things up by hiring 80 men to take the mail to the west on horseback. അതായത് ഒരു ഫ്ലൈറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ചരക്ക് കമ്പനി, അതായത് ഇതിന് തന്നെ കമ്പനികൾ തന്നെയാണ്, വിവിധ കമ്പനികൾ തന്നെ ഉണ്ടായിരുന്നു. ഈ ഹോഴ്സിനെ വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ലെറ്റേഴ്സിനോടെ ക്യാരി ചെയ്ത് മറ്റു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കമ്പനികൾ തന്നെ രൂപപ്പെട്ടു. അതാണ് വൺ ഫ്ലൈറ്റ് കമ്പനി ഡിസൈഡഡ്. അവരെന്താണ് തീരുമാനിച്ചത്? ഡിസൈഡ് ടു സ്പീഡ് തിങ്സ് അപ്പ്. അവരുടെ ഈ ഒരു ലെറ്റേഴ്സ് ക്യാരി ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആ ഒരു സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തവർ? ബൈ ഹയറിംഗ് 80 men, 80 പേരെ കൂലിക്ക് ഉപയോഗിച്ച്, 80 മനുഷ്യരെ, 80 ആളുകളെ കൂലിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, കുതിരപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് 80 പേരെ ഉപയോഗിച്ചു. ടു ടേക്ക് ദ മെയിൽ ടു ദ വെസ്റ്റ് ഓൺ ഹോഴ്സ് ബാക്ക്. അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് കുതിരപ്പുറത്ത് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് 80 പേരെ കൂലിക്ക് ഉപയോഗിച്ചിരുന്നു വിവിധ കമ്പനികൾ. ഓക്കെ, 1850s കാര്യമാണ്, 1850 കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അമേരിക്കയിലെ കാര്യമാണ് പറയുന്നത്. ഇനി 1860, ഇനി 1860 ആയപ്പോഴേക്കും ദ പോണി എക്സ്പ്രസ് വാസ് ഫോംഡ്. 1850 ആയപ്പോഴത്തേക്കും പോണി എക്സ്പ്രസ് തന്നെ രൂപപ്പെട്ടു. എന്താണ് പോണി എന്ന് പറഞ്ഞാൽ? കുതിരയാണ്. ആ ഒരു കുതിരപ്പുറത്ത് ഇതുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന അതിന് തന്നെ ഒരു പേരിട്ടതാണ് പോണി എക്സ്പ്രസ് എന്നുള്ള ഒരു പേര് വന്നത്. അപ്പൊ 1860 ആയപ്പോഴേക്കും ഒരു പോണി എക്സ്പ്രസ് തന്നെ ഫോം ചെയ്തു. The riders for the Pony Express were chosen for their light weight as well as their riding ability. ഇനി ഈ പോണി എക്സ്പ്രസ് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഓടിക്കാൻ വേണ്ടി റൈഡേഴ്സ് വേണം, അല്ലെ? കുതിരയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റൈഡേഴ്സ് വേണം. അപ്പോൾ ആ റൈഡേഴ്സിനെ എങ്ങനെയാണ് അവർ ചൂസ് ചെയ്തത്? chosen for their light weight, അല്ലെ? വെയിറ്റ് കുറഞ്ഞവരെയാണ്. കാരണം ഒരുപാട് വെയിറ്റ്, നമ്മുടെ ഈ ലെറ്റേഴ്സിന്റെ വെയിറ്റ് ക്യാരി ചെയ്യുന്ന അതിന്റെ വെയിറ്റും പിന്നെ മനുഷ്യന്റെ വെയിറ്റും കൂടെ കുതിരയ്ക്ക് ഒരുപാട് സ്പീഡിലപ്പോൾ പോകാൻ പറ്റത്തില്ല, വളരെ വേഗത്തിൽ എത്തിക്കുകയും വേണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത, വെയിറ്റ് കുറഞ്ഞ മനുഷ്യരെയാണ്, ആണുങ്ങളെയാണ്, അല്ലെ, അതിന് ഉപയോഗിച്ചിരുന്നത്. as well as their riding ability. മാത്രമല്ല അവരുടെ റൈഡിങ്ങിലുള്ള ആ ഒരു കുതിരയെ ഓടിക്കാനുള്ള ആ റൈഡിങ്ങിനുള്ള ഹോഴ്സ് റൈഡിങ്ങിനുള്ള ഒരു കഴിവും കൂടി പരിഗണിച്ചിരുന്നു, അല്ലെ? അതും കൂടി നോക്കിയിരുന്നു. അപ്പൊ അതും അതുപോലെ തന്നെ അവരുടെ വെയിറ്റും, കുറഞ്ഞ വെയിറ്റും ഇതൊക്കെ നോക്കിയിട്ടാണ് റൈഡേഴ്സിനെ, ബെസ്റ്റ് റൈഡേഴ്സിനെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പോണി എക്സ്പ്രസ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, അത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. വളരെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മോസ്റ്റ് ഓഫ് ദം വെയർ യങ് ബോയ്സ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളാണ്, വളരെ യങ് ആയിട്ടുള്ള ബോയ്സിനെയാണ്, ആൺകുട്ടികളെയാണ് ഉപയോഗിച്ചത്,
അല്ലെ, അവർക്കല്ലേ കുറച്ച് വെയിറ്റ് കുറവുണ്ട്, അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ യങ് ബോയ്സിനെയാണ് ഈ ഹോഴ്സ് റൈഡിങ്ങിന്, ഈ പോണി എക്സ്പ്രസിന്റെ റൈഡേഴ്സ് ആയിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ദ റൂട്ട് ദേ അണ്ടർടുക്ക് വാസ് എ റഗ്ഡ് വൺ. ഇനി ഇവർ സഞ്ചരിച്ചിരുന്ന റൂട്ട് ഉണ്ടല്ലോ, പാതയുണ്ടല്ലോ, അത് റഗ്ഡ് ആയിരുന്നു. എന്താണ് റഗ്ഡ് എന്ന് പറഞ്ഞാൽ? വളരെ ദുർഘടമായ കുണ്ടും കുഴിയും അല്ലെ, കല്ലും മണ്ണും, അങ്ങനെ വളരെ ദുർഘടമായ റഗ്ഡ് ആയിട്ടുള്ള പാതകളായിരുന്നു, വഴികളായിരുന്നു. അങ്ങനെയുള്ള വഴികളിലൂടെയായിരുന്നു ഈ പോണി എക്സ്പ്രസിന്റെ റൈഡേഴ്സ് ഈ പോണീസിനെ അല്ലെന്നുണ്ടെങ്കിൽ ഹോഴ്സസിനെ നയിച്ചു കൊണ്ടുപോയിരുന്നത്. So the route they undertook was the rugged one. It went from St. Joseph, Missouri to Sacramento, California, a distance of over 1,800 miles. അതായത് ഇത് എവിടെ നിന്നാണ് പുറപ്പെട്ടിരുന്നത് ഈ പോണി എക്സ്പ്രസ്? ഇറ്റ് വെൻ ഫ്രം സെന്റ് ജോസഫ്, മിസോറി. സെന്റ് ജോസഫ്, മിസോറി, അതായത് സെന്റ് ജോസഫ് മിസോറിയിൽ നിന്ന് സാക്രാമെന്റോ, കാലിഫോർണിയ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ആ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 1,800 മൈൽസ് ആയിരുന്നു. അത്രയും ദൂരമായിരുന്നു പോണി എക്സ്പ്രസിനെ ഉപയോഗിച്ച് ലെറ്റേഴ്സ് കൊണ്ടുപോയിരുന്നത്. 1,800 മൈൽസ് ആയിരുന്നു. പോണി എക്സ്പ്രസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ലെറ്റേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ 1,800 മൈൽസ് ദൂരമായിരുന്നു ഈ പോണി എക്സ്പ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് ലെറ്റേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നത്. അത്രയും ഡിസ്റ്റൻസ് ആയിരുന്നു. ഈച്ച് റൈഡർ റോഡ് എ ടോട്ടൽ ഓഫ് 75 മൈൽസ്. ഓരോ റൈഡറും, അതായത് ഓരോ ഹോഴ്സ് റൈഡറും 75 മൈൽസ് ദൂരമാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു ഹോഴ്സ് റൈഡറിന് 75 മൈൽസ് സഞ്ചരിക്കുന്നു. ടോട്ടൽ 1,800 മൈൽസ് ആണ്. ഒരു ഹോഴ്സ് റൈഡർക്ക് 75 മൈൽസ് ദൂരമാണ് സഞ്ചരിക്കേണ്ടി വന്നിരുന്നത്, അല്ലെങ്കിൽ ഈ ഹോഴ്സ് റൈഡിങ് നടത്തേണ്ടി വന്നിരുന്നത്. ചേഞ്ചിങ് പോണീസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേഷൻസ്. ഇനിയും കുറെ സ്റ്റേഷൻ, എന്ന് വെച്ചാൽ ഈ കുതിരയ്ക്ക് ഒരുപാട് സമയം കുതിരയെ ഓടിക്കാൻ പറ്റില്ല, കുറെ കഴിയുമ്പോൾ അത് ടയർഡാവും അല്ലെ. അപ്പൊ ആ സമയത്ത് വിവിധ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, പോണി എക്സ്പ്രസ് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് അവർക്ക് കുതിരയെ അവിടെ വെച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും. ക്ഷീണിതനാവുന്ന ആ കുതിരയെ അവിടെ ചേഞ്ച് ചെയ്തിട്ട് വേറെ കുതിരയെ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് വ്യത്യസ്തമായ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു, പോണി എക്സ്പ്രസ് സ്റ്റേഷൻസ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു അവർ ഈ പോണീസ് പറഞ്ഞ കുതിരകളെ ചേഞ്ച് ചെയ്തിരുന്നത്, മാറിയിരുന്നത്. And then the mail was carried in 4 leather boxes. ഇനി ഈ കത്തുകളൊക്കെ സൂക്ഷിച്ചിരുന്നത് 4 ലെതർ ബോക്സസിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കത്തുകൾ സൂക്ഷിച്ചിരുന്നത് 4 ലെതർ ബോക്സസിലായിരുന്നു, 4 ലെതർ ബോക്സസിലായിരുന്നു ഈ കത്തുകൾ സൂക്ഷിച്ചിരുന്നത്. which were attached to a special saddle blanket. അത് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്നു ചോദിച്ചാൽ കുതിരയുടെയൊക്കെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുള്ള ഒരു സാഡിൽ ഉണ്ടാവും. അതായത് നമ്മള് കുതിരയുടെയൊക്കെ മുകളിൽ അതിന് ചുമടി താങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്ന ഒരു ചുമടി താങ്ങി ഉണ്ടാവും, കുതിരയുടെ മുകളിലൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പം അതിനാണ് സാഡിൽ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ഈ സാഡിൽ ബ്ലാങ്കറ്റുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തിരിക്കും. അതായത് ഈ ലെതർ ബോക്സസ് ത്രോൺ ഓവർ ദ സാഡിൽ, അതിങ്ങനെ കുതിരയുടെ ഇരുവശത്തുമായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. അത് ഈ കുതിരയുടെ ആ ചുമടി താങ്ങി ഉണ്ടല്ലോ മുകളിൽ വെക്കുന്നത്, ആ ചുമടി താങ്ങിയുമായിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കും, ബന്ധിപ്പിച്ചിരിക്കും. അപ്പൊ അതിങ്ങനെ ഇരുവശത്തുമായിട്ട് ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കും. ദ ചേഞ്ചിങ് ഓഫ് പോണീസ് വാസ് ഡൺ ഇൻ 2 minutes. വെറും 2 മിനിറ്റ് കൊണ്ടാണ് ഓരോ സ്റ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിഫറെന്റ് സ്റ്റേഷൻസ് ഉണ്ട് പോണീസിനെ, കുതിരകളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കുതിരകളെ ചേഞ്ച് ചെയ്യുന്നത് വിതിൻ 2 minutes കൊണ്ടാണ്. 2 മിനിറ്റ് മാത്രമേ അവിടെ സമയം കളയാനുള്ളൂ. കാരണം എത്രയും വേഗം ഇത് എത്തിക്കണം അല്ലെ, ദിവസങ്ങൾ എടുക്കും. എന്നാൽ പോലും മാക്സിമം ടൈം കുറച്ചുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നും സമയം കളയാതെ 2 മിനിറ്റ് മാത്രമാണ് ഈ കുതിരയെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോലും അവർ സമയമെടുത്തത്. ദ സ്പീഡ് വാസ് എ ബോണസ്. ആകെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡായിരുന്നു അവർക്ക് കിട്ടുന്ന ഒരു ബോണസ് എന്ന് പറഞ്ഞാൽ. കാരണം it cut the average delivery time from the several weeks to about 10 days. കാരണം ഈ സ്പീഡിൽ പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒരുപാട് ആഴ്ചകൾ എടുക്കേണ്ട ഒരു സമയം, അതായത് ഒരുപാട് ആഴ്ചകൾ എടുക്കും, വളരെ സ്ലോ പോയി കഴിഞ്ഞാൽ സെവറൽ വീക്സ് അല്ല, ഒരുപാട് ആഴ്ചകൾ എടുക്കുന്ന ആ ഒരു സമയം to about 10 days, 10 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാൻ സാധിക്കും, ലെറ്റേഴ്സ് ഡെലിവറി ചെയ്യാൻ സാധിക്കും സ്പീഡിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ സ്പീഡിലായിരുന്നു ഹോഴ്സ് റൈഡിങ് നടത്തിയിരുന്നത്. ആഴ്ചകളോളം എടുക്കേണ്ടിയിരുന്നത് ഇത്രയും സ്പീഡിൽ പോകുന്നത് കൊണ്ട് അവർക്ക് 10 ദിവസം കൊണ്ട് ഇത് ലെറ്റേഴ്സ് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നു.
The fastest trip was made in 7 days and 17 hours. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഏറ്റവും വേഗത്തിൽ നടന്ന ഡെലിവറി എന്ന് പറയുന്നത് അത് എത്ര ദിവസമായിരുന്നു? 7 days and 17 hours. 7 ദിവസവും 17 ഹവേഴ്സും 17 മണിക്കൂറും എടുത്തു. അതിന് പോലും അല്ലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്ത ഒരു ട്രിപ്പായിരുന്നു അത്. അതുവരെ തന്നെ നോക്കൂ, 7 ദിവസവും 17 ഹവേഴ്സും എടുത്തു. ദിസ് റെക്കോർഡ് വാസ് സെറ്റ് ബൈ ദ റൈഡർ carrying President Abraham Lincoln's first message to the US Congress. അതെന്ത് മെസ്സേജ് ആയിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 17 ഹവേഴ്സ് അല്ലെ 7 ഡേയ്സും 17 ഹവേഴ്സും എടുത്തിരുന്നത്? അത് നമ്മുടെ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ ഫസ്റ്റ് മെസ്സേജസ്, ഒരു മെസ്സേജ് എവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? US കോൺഗ്രസിലേക്ക്. അതായത് അമേരിക്കയുടെ ഈ നിയമനിർമ്മാണ ഒരു സഭയ്ക്കാണ് US കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. നിയമങ്ങളൊക്കെ അമേരിക്കയിലൊക്കെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു സഭയ്ക്കാണ് നമ്മൾ US കോൺഗ്രസ് എന്ന് പറയുന്നത്. സോ എബ്രഹാം ലിങ്കൻ എഴുതിയ മെസ്സേജ് US കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ റൈഡറാണ് ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത്. അതാണ് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സും 17 ഹവേഴ്സും എടുത്തത്. 7 ദിവസവും 17 മണിക്കൂറും കൊണ്ടാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നത്. എബ്രഹാം ലിങ്കന്റെ US കോൺഗ്രസിലേക്കുള്ള മെസ്സേജ് ക്യാരി ചെയ്ത ആ റൈഡർ അല്ലെ, അതായിരുന്നു. ദാറ്റ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് ഓഫ് പോണി എക്സ്പ്രസ്. ഓക്കെ. And then the poor riders had to ride through the unknown terrains. ഈ പാവപ്പെട്ട ഈ റൈഡേഴ്സ് അല്ലെ വളരെ ദുർഘടമായ പാതകൾ കൂടിയാണ് അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നത്. യുദ്ധഭൂമിയിലൊക്കെ കൂടി അല്ലെ ഒരുപാട് ആക്രമണങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വളരെ ദുർഘടമായ അല്ലെ വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു ആർക്ക് നേരിടേണ്ടി വന്നത്? ഈ പോണി എക്സ്പ്രസ് നയിച്ചിരുന്ന ആ റൈഡേഴ്സിന് നേരിടേണ്ടി വന്നത്. Some routes exposed them to attacks from the Red Indians and led them through the dangerous territories. അതായത് ചില റൂട്ട്സിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് അവരെ ആക്രമിച്ചിരുന്നു. റെഡ് ഇന്ത്യൻസിന്റെ ആക്രമണം അല്ലെങ്കിൽ ആ ഒരു ഭീഷണി ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നു. ആൻഡ് ലെഡ് ദം ത്രൂ ദ ഡേഞ്ചറസ് ടെറിട്ടറീസ് അല്ലെ വളരെ അപകടകരമായ യുദ്ധഭൂമിയിലൂടെയൊക്കെയായിരുന്നു അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ടെറിട്ടറീസിലൂടെയൊക്കെയായിരുന്നു, അങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെയായിരുന്നു അവർക്ക് ഈ പോണി എക്സ്പ്രസ് ഓടിച്ചിരുന്ന റൈഡേഴ്സിന് സഞ്ചരിക്കേണ്ടി വന്നത്. ന്യൂസ് പേപ്പേഴ്സ് അഡ്വർടൈസ്മെന്റ്സ് for riders listed one important requirement: orphans preferred. അപ്പോൾ അന്ന് ഈ കമ്പനികൾ പോണി എക്സ്പ്രസിലേക്ക് റൈഡേഴ്സിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ ന്യൂസ് പേപ്പറിൽ അന്ന് പരസ്യം കൊടുത്തിരുന്നു. അപ്പോൾ ആ പരസ്യത്തിനകത്ത് എഴുതിയിരുന്ന ഒരു കാര്യമാണ് ഓർഫൻസ് പ്രിഫേർഡ്. ഓർഫൻസ് ആരാണ്? അനാഥർക്ക് അല്ലെങ്കിൽ ഓർഫൻസിന് മുൻഗണനയുണ്ട് അല്ലെ, അവർക്കാണ് മുൻഗണന അല്ലെ എന്ന് പ്രത്യേകം എഴുതിയിരുന്നു അല്ലെ. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ ഇവിടെ കാണുന്നത് അതാണ്. കണ്ടോ, നിങ്ങൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓർഫൻസ് പ്രിഫേർഡ് എന്ന് പറയുന്ന ഒരു പരസ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പം അനാഥരായവരെ അല്ലെ, ആരുമില്ലാത്തവരെ, അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ആണ് കൂടുതൽ അവര് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്, ഈ ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഓർഫൻസ് പ്രിഫേർഡ് എന്ന് പ്രത്യേകം അവർ ആ പരസ്യത്തില് ഈ പോണി എക്സ്പ്രസിന്റെ പരസ്യത്തിനകത്ത് ഉപയോഗിച്ചിരുന്നു. Though exciting, the Pony Express was a short-lived experiment. ഓക്കെ, അപ്പൊ അത് ഒരുപാട് സമയം ഇത് നീണ്ടു നിന്നില്ല. അതൊരു ഷോർട്ട് ലീവ്ഡ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ പോണി എക്സ്പ്രസ്. only 19 months. ഇറ്റ് ലാസ്റ്റഡ് ഫോർ only 19 months. ആകെ 19 മാസമേ ഈ പോണി എക്സ്പ്രസ് നിലനിന്നുള്ളൂ. എത്രയാണ്? 19 months. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് അല്ലെ. വെറും 19 മാസമാണ്, 19 months ആണ് ഈ പോണി എക്സ്പ്രസ് എന്ന ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ആശയവിനിമയ മാർഗം അമേരിക്കയിൽ ഉപയോഗിച്ചത്. By then there was a telegraph line from the coast to east. എന്താണ് അതിന് കാരണം? പിന്നീട് വന്നത് എന്താണ്? ടെലിഗ്രാഫ് ആണ് വന്നത്. കോസ്റ്റ് ടു കോസ്റ്റ്, അതായത് തീരപ്രദേശങ്ങളിൽ നിന്ന് തീരപ്രദേശങ്ങളിലേക്ക്, അല്ലാതെ കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെ, തീരപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ടെലിഗ്രാഫ് ലൈൻസ് വന്നു. അതുകൊണ്ടായിരുന്നു അന്ന് പിന്നീട് പോണി എക്സ്പ്രസ് ഒക്കെ വളരെ ഷോർട്ട് പീരീഡ് ആയിട്ട് കുറഞ്ഞ് നിർത്തിവെക്കേണ്ടി വന്നത്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് പിന്നീട് എത്തിക്കാൻ പറ്റുന്ന ടെലിഗ്രാഫ് ലൈൻ വന്നു അല്ലെ, കോസ്റ്റൽ പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പോണി എക്സ്പ്രസ് അവിടെ നിർത്തേണ്ടി വന്നത്. ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഫാസ്റ്റർ വേ ഓഫ് സെൻഡിങ് മെസ്സേജസ്. ടെലിഗ്രാഫ് വന്നപ്പോൾ പിന്നീട് വളരെ ഫാസ്റ്റ് ആയിട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെ.
അതിന് മുന്നേ വരെ 7 ദിവസങ്ങൾ പോണി എക്സ്പ്രസിന്റെ റൈഡർ കൊണ്ടുവന്ന് 7, 8, 10 ദിവസങ്ങൾ എടുത്തിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പം ഈ ടെലിഗ്രാഫ് ലൈൻ വന്നതിന് ശേഷം ഇത് തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ട് അത് വളരെ ഫാസ്റ്റർ ആയിട്ട് മാറി. മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വളരെ കുറവ് വേഗതയിൽ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. ബട്ട് ദി ഇൻവെൻഷൻ ഓഫ് ദ റേഡിയോ ബ്രോട്ട് എ ഗ്രേറ്റ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നീട് വന്നത് നമ്മുടെ റേഡിയോയാണ്. റേഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. റേഡിയോ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇല്ല എങ്കിൽ ഒരു റേഡിയോ വാങ്ങിച്ചു വെക്കണം. നിങ്ങളുടെ അമ്മയോടും അച്ഛനും പറയണം, ഒരു കുഞ്ഞ് റേഡിയോ നമ്മുടെ അടുക്കളയിലോ കിച്ചണിലോ എവിടെയെങ്കിലും ഒരു റേഡിയോ ഉണ്ടാവണം. ആ റേഡിയോയിൽ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്, അത് കേൾക്കാൻ നല്ല സുഖമാണ്. അപ്പൊ റേഡിയോ ഇല്ലെങ്കിൽ വലിയ വിലയൊന്നും ആകത്തില്ല, വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരു കുഞ്ഞ് റേഡിയോ വാങ്ങിച്ചാൽ മതി. വലിയ ടി വിയും അല്ലെ, അങ്ങനെ അതൊക്കെ കമ്പ്യൂട്ടറും ഒക്കെ വാങ്ങുന്നതോടൊപ്പം നിങ്ങൾ റേഡിയോ മറക്കാതിരിക്കുക. റേഡിയോയിൽ നല്ല നല്ല പരിപാടികളുണ്ട്, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് അപ്പൊ അത് നിങ്ങൾക്ക് കാണണ്ട അല്ലെ, നിങ്ങളുടെ കണ്ണിനും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റേഡിയോയിൽ നിന്ന് കിട്ടും. അപ്പൊ പറയണം, നിങ്ങളുടെ വീട്ടിലെ റേഡിയോ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു കുഞ്ഞു റേഡിയോ വാങ്ങിച്ചു തരാൻ അമ്മയോടും അച്ഛനോടും പറയണം. ബട്ട് ദ ഇൻവെൻഷൻ ഓഫ് ദ റേഡിയോ, അപ്പൊ അങ്ങനെ റേഡിയോ, ടെലിഗ്രാഫിന്റെ ശേഷം റേഡിയോയുടെ കണ്ടുപിടുത്തം വന്നു. അപ്പൊ റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം ബ്രോട്ട് എ ഗ്രേറ്റ് റെവല്യൂഷണറി ചേഞ്ച്. റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടു കൂടി വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഏത് ഫീൽഡിൽ വന്നത്? ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയ രംഗത്ത് വളരെ വിപ്ലവകരമായ, റെവല്യൂഷണറി മീൻസ് വിപ്ലവകരമായ മാറ്റം എന്നാണ്. റെവല്യൂഷണറി ചേഞ്ച് വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് ശേഷം നമ്മുടെ ആശയവിനിമയ രംഗത്ത് ഉണ്ടായത്. അപ്പൊ ഇവിടെ ഈ പാസേജിൽ പറയുന്നത് ആദ്യകാലങ്ങളിൽ, വളരെ പണ്ട് കാലങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ആശയവിനിമയ രംഗത്ത് അല്ലെങ്കിൽ ആശയം സന്ദേശങ്ങൾ കൈമാറുന്ന ആ ഒരു രീതിയിൽ വന്ന വ്യത്യാസങ്ങൾ, അതിന്റെ ഒരു ചെറിയ സ്റ്റോറി മാതിരിയാണ് നമ്മുടെ ഈ ഒരു പാസേജിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ, ഈ പാസേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതുകൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എവരിതിങ് ഹാപ്പൻസ് ബൈ ദ ക്ലിക്കിംഗ് ഓഫ് എ മൗസ് ഓർ ദ പ്രസിംഗ് ഓഫ് എ ഫ്യൂ ബട്ടൺസ്. നമ്മൾ ഈ പാസേജിനകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, എവരിതിങ് ഹാപ്പൻസ് ബൈ ദ ക്ലിക്കിംഗ് ഓഫ് എ മൗസ്. ഒരു മൗസ് ക്ലിക്ക് കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം സംഭവിക്കും അല്ലെ. നമുക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ, വളരെ ഫാസ്റ്റ് ആയിട്ട്. വാട്ട് ഡസ് ദ റൈറ്റർ മീൻ ബൈ ദിസ്? ഈ ഒരു സെന്റൻസിലൂടെ എന്താണ് റൈറ്റർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് എന്താണ്? സോ ഇവിടെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്, ഇറ്റ് ഷോസ് ഹൗ ദ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ഇൻ ദ റീസെന്റ് ടൈംസ്. ഇന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ്, ഇറ്റ് ഷോസ് ഹൗ ദ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ഇൻ ദ റീസെന്റ് ടൈംസ് അല്ലെ. ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിക്കേഷനിൽ വന്ന ആ ഒരു വളർച്ച, ആ ഒരു ഡെവലപ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റ സെന്റൻസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസ് വാസ് ദ പോണി എക്സ്പ്രസ് ഫോംഡ്? ഏത് സാഹചര്യത്തിലാണ് പോണി എക്സ്പ്രസ് രൂപപ്പെട്ടത്? ഏത് സാഹചര്യത്തിലായിരുന്നു പോണി എക്സ്പ്രസ് രൂപപ്പെട്ടത്? ആൻസർ ഈസ്, ഇൻ ദ പാസ്റ്റ് ഇറ്റ് ടുക്ക് സെവറൽ വീക്സ് ടു റീച്ച് ദ മെസ്സേജ് ഫ്രം വൺ പ്ലേസ് ടു അതർ. അതായത് വളരെ പണ്ട് ഒരുപാട് ആഴ്ചകൾ എടുത്തിരുന്നു. ഇറ്റ് ടുക്ക് സെവറൽ വീക്സ് അല്ലെ, ഒരുപാട് ആഴ്ചകൾ എടുത്തിരുന്നു ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെസ്സേജ് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ആഴ്ചകൾ എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പോണി എക്സ്പ്രസ് എന്നൊരു ആശയം രൂപപ്പെട്ടത്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3, ലിസ്റ്റ് ദ മോഡേൺ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആശയവിനിമയ മാർഗങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്ന് ലിസ്റ്റ് ചെയ്തോളൂ ഏതൊക്കെയാണെന്നുള്ളത്. SMS, ഇമെയിൽ, മൊബൈൽ ഫോൺ, ടെലിവിഷൻ അല്ലെ, അങ്ങനെ ഒരുപാട് ആശയവിനിമയം, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആശയവിനിമയ മാർഗങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഉണ്ട്. ഇതുകൊണ്ടൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മെസ്സേജസ് ഇന്ന് നമുക്ക് കണ്ട് സംസാരിക്കാം അല്ലെ. ലെറ്റേഴ്സ് ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. മെസ്സേജസ് സെൻഡ് ചെയ്യാൻ നമുക്ക് നേരിട്ട് കണ്ട് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ആളിനെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള വളരെ സാങ്കേതിക വിദ്യയോട് കൂടിയ മൊബൈൽ ഫോണും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ഒക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4, ഇൻ വാട്ട് സെൻസ് വാസ് സ്പീഡ് എ ബോണസ്? അതായത് പോണി എക്സ്പ്രസിന്റെ ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ അവർക്ക് അതൊരു ബോണസ് ആയിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആൻസർ ഈസ്, ഇറ്റ് കട്ട്സ് ദ ആവറേജ് ഡെലിവറി ടൈം ഫ്രം സെവറൽ വീക്സ് ടു അബൌട്ട് 10 days. അതായത് ആഴ്ചകളോളം എടുത്ത് ഡെലിവറി ചെയ്യേണ്ട ഒരു കാര്യം സ്പീഡ് പോകുന്നത് കൊണ്ട്
10 ദിവസം കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവർ 10 ദിവസം കൊണ്ട് അവർക്ക് ലെറ്റേഴ്സ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. സ്പീഡിൽ പോകുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. സോ ആൻസർ ഈസ് ഇറ്റ് കട്ട്സ് ദ ആവറേജ് ഡെലിവറി ടൈം ഫ്രം സെവറൽ വീക്സ് ടു അബൌട്ട് 10 days. അല്ലെ, ഒരുപാട് ആഴ്ചകൾ എടുക്കേണ്ടി വരുന്നത് 10 ദിവസം കൊണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് വെർ ദ ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ റൈഡേഴ്സ്? ഈ പോണി എക്സ്പ്രസിന്റെ റൈഡേഴ്സിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു നേരിടേണ്ടി വന്നത്? അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു ആ ബുദ്ധിമുട്ടുകൾ? ആൻസർ ഈസ് ദ റൈഡേഴ്സ് ഹാഡ് ടു റൈഡ് ത്രൂ അൺനോൺ ടെറൈൻസ്. അല്ലെ, അവർക്ക് പരിചിതമല്ലാത്ത വളരെ ദുർഘടമായ പാതകളിൽ കൂടി, സ്ഥലങ്ങളിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു. മാത്രമല്ല, സം റൂട്ട്സ് എക്സ്പോസ്ഡ് ദം ടു അറ്റാക്ക് ഫ്രം റെഡ് ഇന്ത്യൻസ് ആൻഡ് ലെഡ് ദം ത്രൂ ദ ഡേഞ്ചറസ് ടെറിട്ടറീസ്. അല്ലെ, ചില ടെറിട്ടറീസ് അല്ലെങ്കിൽ ചില മേഖലയിലേക്ക് ചെല്ലുമ്പോൾ റെഡ് ഇന്ത്യൻസ് അവരെ ആക്രമിച്ചിരുന്നു. മാത്രമല്ല, വളരെ അപകടകരമായിട്ടുള്ള മേഖലകൾ കൂടി അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ദുർഘടങ്ങളായ അല്ലെങ്കിൽ ദുർഘടമായ പാതകളിലൂടെയായിരുന്നു അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പോണി എക്സ്പ്രസിന്റെ റൈഡേഴ്സിന് നേരിടേണ്ടി വന്നു. ആൻഡ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ പോണി എക്സ്പ്രസ് എ ഷോർട്ട് ലീവ്ഡ് എക്സ്പെരിമെന്റ്? എന്തുകൊണ്ടായിരുന്നു ആ പോണി എക്സ്പ്രസ് എന്നുള്ള ആ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് വളരെ കുറച്ച് നാളെ നിന്നുള്ളൂ? എന്തുകൊണ്ടാണ് അത്? എന്തായിരുന്നു കാരണം? ആൻസർ ഈസ് ബൈ ദെൻ ദർ വാസ് എ ടെലിഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. പിന്നെ തീരദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ടെലിഗ്രാഫ് ലൈൻ വന്നു. ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഫാസ്റ്റ് വേ ഓഫ് സെൻഡിങ് മെസ്സേജസ്. ഇത് പോണി എക്സ്പ്രസിനെക്കാട്ടിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡായിരുന്നു ടെലിഗ്രാഫ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ടെലിഗ്രാഫ് വന്നതുകൊണ്ടാണ് നമ്മുടെ പോണി എക്സ്പ്രസ് വളരെ ചെറിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു കാലയളവ് കൊണ്ട് അവസാനിച്ചത്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ഡു യു വാണ്ട് ടു നോ ഹൗ മെസ്സേജസ് വെയർ കൺവേഡ് ഇൻ ദ പാസ്റ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ പ്രദേശത്ത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു മെസ്സേജസ് കൺവേ ചെയ്തിരുന്നത്? യു ക്യാൻ ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛന്മാരോടൊക്കെ അത് നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയായിരുന്നു അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ ഒക്കെ കാലഘട്ടത്ത് എങ്ങനെയായിരുന്നു മെസ്സേജസ് ക്യാരി ചെയ്തിരുന്നത്, അയച്ചു കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു? വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ആസ്ക്? എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ അവരോട് ചോദിക്കുക? ഫ്രെയിം അറ്റ്ലീസ്റ്റ് 5 സച്ച് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻസ്, മിനിമം 5 ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻ വേണം നിങ്ങൾക്ക് തയ്യാറാക്കാം. മിനിമം 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ എഴുതണം. ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയും? ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻസ് തരാം. ഹൗ ഡിഡ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്യാരി മെസ്സേജസ് ഇൻ ദ പാസ്റ്റ്? അതായത് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെ ഉപയോഗിച്ച് മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഹൗ ഡിഡ് ദ മെസ്സേജസ് പാസ് ത്രൂ ടെലിഗ്രാഫ്? ടെലിഗ്രാഫിലൂടെ എങ്ങനെയായിരുന്നു മെസ്സേജ് കൺവേ ചെയ്തിരുന്നത്? അതും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ടെലിഗ്രാഫിലൂടെ എങ്ങനെയായിരുന്നു മെസ്സേജസ് ഒക്കെ ക്യാരി ചെയ്തിരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ബാക്കിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ മുതിർന്നവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ ആൻസർ ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നോളജാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ചോദിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ് ടുഡേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും മാത്രം മതി. ഒരുപാടായാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും പഠിക്കാനെ കൊണ്ട്. കുറച്ച് കുട്ടികൾ എനിക്ക് കമന്റ്സ് ചെയ്തിരുന്നു, സാർ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്, അപ്പൊ അത് കുറച്ച് ഷോർട്ട് ആക്കണം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നത് കൊണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള ജോലി ഞാൻ ഇതാണ് തരുന്നത്. ഈ ഒരു പാസ് നന്നായിട്ട് വായിക്കുക, ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുശേഷം ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് അതിന്റെ മീനിങ് കണ്ടെത്തുക, അതിനുശേഷം നിങ്ങളുടെ വേർഡ് ബുക്കിൽ അത് കറക്റ്റ് ആയിട്ട് എഴുതുക, അതും കൂടി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മാത്രം പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റേഡിയോ അതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ വി ക്യാൻ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.